നിങ്ങൾ iOS 26 ഇൻസ്റ്റാൾ ചെയ്തുവോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യൂ. കാരണം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് iOS 26 വളരെ അടിപൊളി ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ്. iOS 26 ഇൻസ്റ്റാൾ ചെയ്തവർ പൊതുവെ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഫോൺ ലാഗ് ആകുന്നു, അല്ലെങ്കിൽ ഫോൺ ഓവർ ഹീറ്റ് ആകുന്നു, ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ. ശരിയാണ്. കാരണം ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് iOS 26. അതുകൊണ്ട് നമ്മുടെ ഫോണിൽ ഒരു ഇൻഡെക്സിങ് നടക്കുന്നുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അത് 1-2 ദിവസമാണ് അത് എടുക്കാറുള്ളത്. അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ചെറിയ രീതിയിൽ ചെറുതായിട്ട് ഒരു ഫോൺ ഓവർ ഹീറ്റ് ആവാനോ, അല്ലെങ്കിൽ ബാറ്ററി ഒന്ന് കുറയുവാനോ, ഫോൺ ചെറിയൊരു ലാഗ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ആപ്പിൾ മുൻകൂട്ടി തന്നെ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞ കാര്യവും കൂടി തന്നെയാണ്. അതുകൊണ്ട് ആ 1-2 ദിവസത്തിന് ശേഷം അത് നോർമൽ രീതിയിലേക്ക് തന്നെ ഫോൺ തിരിച്ചു വരുന്നതാണ്. 2013 iOS 7 ശേഷം ആപ്പിൾ കൊണ്ടുവന്ന ഒരു വലിയ ഒരു അപ്ഡേഷൻ തന്നെയാണ് iOS 26 എന്ന് പറയാം. നമുക്ക് അതിലെ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ്, ഒരുപാടുണ്ട്. കാരണം എല്ലാം പറയാനുള്ള സമയം ഇല്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. iOS 26 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ലിക്വിഡ് ഗ്ലാസ്. ലിക്വിഡ് ഗ്ലാസ് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോൾ കൺട്രോൾ സെന്ററിൽ നിന്ന് ഇതിപ്പോൾ താഴോട്ട് നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒരു ലിക്വിഡ് ഗ്ലാസ് ഫോമിലാണ് ഈ ബാർ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നത്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ ആ ഒരു ഫീച്ചർ എല്ലാത്തിലും ഉണ്ട്, ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉദാഹരണം കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ ചെയ്യുമ്പം കോൾ ചെയ്യുന്ന ആ ബട്ടണും എല്ലാം ഒരു ലിക്വിഡ് ഗ്ലാസ് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഐഫോണിന്റെ ലോക്ക് സ്ക്രീനിലും ഹോം സ്ക്രീനിലും iOS 26 കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിക്കൊണ്ട് ഇതിന്റെ ലോക്ക് സ്ക്രീനിൽ ക്ലോക്കിൽ വന്ന മാറ്റം എന്താണെന്ന് നോക്കാം. കസ്റ്റമൈസിൽ പോയിട്ട് ഇതിന്റെ ക്ലോക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിരവധി ക്ലോക്കുകളുടെ ഡിസൈനുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലോക്കിന്റെയും നമുക്ക് അതിന്റെ സൈസ് നമുക്ക് വ്യത്യാസമാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓരോ ക്ലോക്കിന്റെയും. അതുപോലെ തന്നെ ഇത് സോളിഡ് വേണോ ഗ്ലാസ് വേണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്ലോക്കിന്റെ ഇവിടെ ക്ലിക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലോക്കിന്റെ സൈസ് വലുതും ചെറുതുമൊക്കെ ആക്കാൻ വേണ്ടി സാധിക്കും. ക്ലോക്കിന്റെ ഇവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ക്ലോക്കിന്റെ ലാംഗ്വേജിലുള്ള മാറ്റങ്ങൾ വരുത്താം. അറബിക്ക് വേണോ, അതല്ല കന്നഡ വേണോ, അങ്ങനെ നമുക്ക് ക്ലോക്കിന്റെ ഫോണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ വാൾപേപ്പറിൽ എന്തൊക്കെ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമുക്കിപ്പം ഉദാഹരണം ഇതിന്റെ വാൾപേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് ഫോട്ടോസ് ആണ്. നമുക്ക് ഇതിന്റെ ഫോട്ടോസിൽ നമുക്ക് ആൽബത്തിൽ നിന്നും ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല ഫോട്ടോ ഷഫിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് ഷഫിൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആൽബത്തിൽ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഷഫിൾ ഫ്രീക്വൻസി കൊണ്ട് ഇവിടെ അവർലി ഡെയിലി എങ്ങനെയാണ് ആ ഫോട്ടോ മാറി മാറി വരേണ്ടത് എന്നുള്ള ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഷഫിളിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇമോജി ഇഷ്ടമുള്ള ഇമോജി വെച്ചിട്ട് നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആസ്ട്രോണമി ഉണ്ട്, വെതർ ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. നമുക്ക് ഇപ്രാവശ്യം iOS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് പുതിയ വാൾപേപ്പേഴ്സ് ഉണ്ട്. ആ വാൾപേപ്പേഴ്സും കൂടി കാണിച്ചു തരാം. iOS 26 വാൾപേപ്പേഴ്സ് ആണ് ഈ വരുന്ന വാൾപേപ്പേഴ്സ് ഒക്കെ. അതിൽ പല തരത്തിൽ വരുന്നുണ്ട്. ഡസ്ക്, അതുപോലെ തന്നെ ഹാലോ, സ്കൈ, ഷാഡോ, ഡൈനാമിക്. ഈ ഡൈനാമിക്കിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കളറും ഡിസൈനും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് iOS 26 പുതിയ കുറച്ച് വാൾപേപ്പേഴ്സ് അവർ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇനി നമുക്ക് സ്പേഷ്യൽ എഫക്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് സ്പേഷ്യൽ എഫക്റ്റ്. അതായത് സ്പെഷ്യൽ ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇതിൽ നിന്നും വാൾപേപ്പറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ പേപ്പർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ജനറേറ്റിംഗ് സ്പേഷ്യൽ എഫക്റ്റ്. ഇപ്പോൾ ഒരു വാൾപേപ്പർ കണ്ടോ, ഒരു മൂവിങ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മളിങ്ങനെ അനക്കുന്ന സമയത്ത് ഒരു 3D എഫക്റ്റോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു വാൾപേപ്പർ വന്നിരിക്കുന്നത്. ബാക്കിലത്തെ കാറെല്ലാം ഒന്ന് ബ്ലറായി എൻ്റെ മോളെ ഫോട്ടോ ഒന്ന് പ്രൊജക്റ്റ് ആയിക്കൊണ്ട് സ്പെഷ്യൽ എഫക്റ്റ് നമുക്ക് വാൾപേപ്പറിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറായിരുന്നു. ഇത്രയുമായിരുന്നു എനിക്ക് ലോക്ക് സ്ക്രീനിൽ പ്രധാനമായിട്ടും ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോകാം. ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലൊരു എഡിറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ആഡ് വിഡ്ജറ്റ്, കസ്റ്റമൈസ്, എഡിറ്റ് വാൾപേപ്പർ, എഡിറ്റ് പേജസ് ആണ്.
ആഡ് വിജറ്റ് നമുക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വിജറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കസ്റ്റമൈസ് എന്ന് കാണാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പല ഐക്കണിൻ്റെ സ്റ്റൈൽ കാണാം. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള ഐക്കണാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കുറച്ച് ഡാർക്ക് ഐക്കൺ, ഇപ്പോൾ വാൾപേപ്പറൊക്കെ നമുക്ക് ലൈറ്റ് ആണെങ്കിൽ നമുക്കൊരു ഡാർക്ക് ഐക്കൺ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലൗഡ് ക്ലിയർ എന്ന് വെച്ചാൽ ഈ iOS 26 മറ്റൊരു പ്രധാന ഒരു ഫീച്ചറാണ് ക്ലിയർ എന്ന് പറഞ്ഞത്. കാരണം ക്ലിയർ ഐക്കൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ലിക്വിഡ് ഗ്ലാസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് കണ്ടോ, ക്ലിയറിലൊക്കെ ലിക്വിഡ് ഗ്ലാസ് നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടിൻറ്റഡ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വാൾപേപ്പറിനനുസരിച്ചിട്ടുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം ഐക്കണിന്. ഇതിപ്പോൾ കണ്ടോ, ഇഷ്ടമുള്ള കളർ നമുക്ക് വാൾപേപ്പർ ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ഐക്കണും ഏകദേശം അതുപോലത്തെ ഒരു കളർ ചൂസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടിൻറ്റ് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഈ ബട്ടൺ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഐക്കൺ ഒന്ന് വലുതാക്കാനും ഒന്ന് ചെറുതാക്കാനൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്, കുറച്ച് ചെറുതായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബട്ടൺ കാണാം ബ്രൈറ്റ്നസിൻ്റെ, അതായത് ഈ നമ്മുടെ ഈ വാൾപേപ്പറിൻ്റെ ടോൺ ഒന്ന് ഡിമ്മാക്കാനും ഒന്ന് കൂട്ടാനൊക്കെയുമാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ iOS 26 കൊണ്ടുവരുന്ന ബാറ്ററി സെറ്റിങ്സിലുള്ള ചില വ്യത്യാസങ്ങൾ കാണിച്ചു തരാം. ബാറ്ററിയിൽ നമ്മൾ ഉദാഹരണം പോവുകയാണെങ്കിൽ ഇപ്പം ഈ വേറൊരു കാര്യം, ഇപ്പോൾ സെർച്ച് ബട്ടൺ ഇപ്പോൾ താഴെയാണുള്ളത്. മുമ്പൊക്കെ മുകളിലായിരുന്നു, ഇപ്പം താഴെയാണുള്ളത്. അത് കുറച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ഫീൽ ചെയ്യുന്നുണ്ട്. ബാറ്ററിയും കാണാൻ പറ്റും, 64% ആണ് ചാർജിങ്. അതുപോലെ തന്നെ 80% ആവാൻ വേണ്ടിയിട്ടും 100% ആവാൻ വേണ്ടിയിട്ടും എത്ര ടൈം എടുക്കുന്ന കൂടി കാണിക്കുന്നതാണ്. പിന്നെ ബാറ്ററിയെ കുറിച്ചുള്ള മറ്റുള്ള ഹിസ്റ്ററികൾ, ഇപ്പോൾ നമ്മൾ സ്ലോ ചാർജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതും ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രധാന ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞെങ്കിൽ ബാറ്ററിയിൽ പവർ മോഡിൽ ഉണ്ടാകുന്ന ലോ പവർ മോഡ് മുമ്പേ ഉള്ളതാണ്, പക്ഷെ ഇപ്പോൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അഡാപ്റ്റീവ് പവറാണ്. ഈ അഡാപ്റ്റീവ് പവർ നമ്മളിപ്പം ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ചാർജ് കുറവെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറച്ചുകൊണ്ടും അങ്ങനെ പല സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബാറ്ററി ലൈഫ് നമുക്ക് ഒന്നും കൂടി കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇനി കുറച്ച് ക്യാമറ സെറ്റിംഗ്സ് പരിചയപ്പെടുത്താം. നിങ്ങൾ സെറ്റിംഗ്സിൽ ക്യാമറയിൽ പോവുക, അതിനുശേഷം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഫ്ലാഷ് മോഡ്, പിന്നെ അതുപോലെ തന്നെ ലൈവ് ഫോട്ടോ, ആക്ഷൻ മോഡൊക്കെ കാണാം. ഇതൊക്കെ എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷോർട്ട് കട്ട് ആയിട്ട് കാണാം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഓരോന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോയുടെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് നമുക്ക് ഫ്രെയിം റേറ്റും റെസൊല്യൂഷനും ഒക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോയുടെ മുകളിൽ റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമുക്ക് ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും നമുക്ക് ഷോർട്ട് കട്ട് ആയിക്കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെറ്റിംഗ്സിൽ തന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ലെൻസ് ക്ലീനിങ് ഹിന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ക്യാമറയുടെ ലെൻസ് ക്ലിയർ അല്ലെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ലെൻസ് ക്ലിയർ ചെയ്തുകൊണ്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതും നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അലാമിൽ വന്ന ഒരു ചേഞ്ചസ് ആണ്. ഇതുവരെ കാണാത്ത ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. നമുക്ക് സ്നൂസ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. 1 മുതൽ 15 മിനിറ്റ് വരെ ടൈം നമുക്ക് സ്നൂസ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഫോണിന്റെ ഡയലർ ആപ്പിൽ റീസെന്റ് കോൾസിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു 3 ബാർ കാണാൻ പറ്റും മുകളിലായി. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലാസിക്, യൂണിഫൈഡ് അങ്ങനെ 2 ഓപ്ഷൻസ് ആണുള്ളത്. അത് യൂണിഫൈഡ് എന്നത് പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ഒരു ഡയലറിന്റെ ഇന്റർഫേസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ അവസാനമായി പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്രിവ്യൂ. നമ്മൾ ഇതിനു മുമ്പ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും മറ്റും ഉപയോഗിച്ചായിരുന്നു ഡോക്യുമെന്റുകളും ഒക്കെ സ്കാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇനി നമുക്ക് ഡോക്യുമെന്റ് സ്കാൻ ചെയ്യുവാനും അത് എഡിറ്റ് ചെയ്യുവാനും ഓൾറെഡി നമ്മളെ മൊബൈലിനകത്തുള്ള ഡോക്യുമെന്റ് ഒക്കെ എഡിറ്റ് ചെയ്യുവാനും ഒക്കെ ഈ പ്രിവ്യൂ ആപ്പ് സഹായിക്കും. ഇവിടെ നമുക്ക് പ്രിവ്യൂ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ന്യൂ ഡോക്യുമെന്റ് എന്നും സ്കാൻ ഡോക്യുമെന്റും എന്നൊക്കെ കാണാം. ന്യൂ ഡോക്യുമെന്റിൽ നമുക്ക് എന്തെങ്കിലും പുതുതായി ഡോക്യുമെന്റ് ആഡ് ചെയ്യുവാനും സ്കാൻ ഡോക്യുമെന്റ് ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്യുവാനും സാധിക്കും. സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഡോക്യുമെന്റിന് മുകളിൽ പിടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ സ്കാൻ ചെയ്യുന്നതാണ്. നമ്മൾ അവിടെ ക്യാമറ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മൊബൈലിൽ ഓൾറെഡി ഉള്ള ഡോക്യുമെന്റ് തന്നെയാണെങ്കിലും അത് എഡിറ്റ് ചെയ്യുവാനും സിഗ്നേച്ചർ ആഡ് ചെയ്യുവാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഓഫീസ് വർക്കും മറ്റും ചെയ്യുന്നവർക്ക് ഇത് വളരെ പ്രയോജനമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഞാൻ പറയാതെ പോയ വേറെയും ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളും പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ഡിലീറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ഒക്കെയായി. ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ആ ഒരു ലിക്വിഡ് ഗ്ലാസ് പോലത്തെയുള്ള ഫീച്ചേഴ്സും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായ ധാരാളം ഫീച്ചേഴ്സുകളുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.